ഹായ് നമസ്തേ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വിൻചേന. ഗ്യാപ്പിൽ ഓപ്പൺ ആവുന്ന മാർക്കറ്റുകളിൽ ഓപ്ഷൻസിൽ എങ്ങനെ ട്രേഡ് ചെയ്യാം? ഇതിൽ മോർണിംഗിൽ നമുക്ക് കൺഫ്യൂഷനാണ്, കോൾ എടുക്കണോ പുട്ട് എടുക്കണോ. നമ്മൾ ഗ്യാപ്പ് ഡൗണിൽ പ്രത്യേകിച്ച് ഓപ്പൺ ആകുമ്പോൾ മാർക്കറ്റ് താഴെയും നമ്മൾ കോൾ എടുത്ത് ചില സമയത്ത് മാർക്കറ്റ് റിവേഴ്സ് പോയി നമുക്ക് ഒരുപാട് ലോസ് ആവുന്ന സാഹചര്യം കാണാറുണ്ട്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് എങ്ങനെ ഡിസൈഡ് ചെയ്യാം കോൾ എടുക്കണോ പുട്ട് എടുക്കണോ? ഇന്നത്തെ മോർണിംഗിൽ ലൈവിൽ നിഫ്റ്റിയിൽ വന്ന ട്രേഡിലൂടെ കാണിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ നിഫ്റ്റി നോക്കുകയാണെങ്കിൽ നമുക്ക് മാർക്കറ്റ് ഗ്യാപ്പ് ഡൗണിൽ ഇറങ്ങിയ ശേഷം മാർക്കറ്റ് കുറച്ചൊന്ന് തിരിച്ചൊന്ന് പുൾ ബാക്ക് ചെറുതായിട്ടൊന്ന് കയറിയ ശേഷം ഡൗൺ തന്നെ ഇറങ്ങുമായിരുന്നു. സ്ട്രോങ് ഡൗൺ തന്നെയാണ് സോഫ്റ്റ്വെയർ നമ്മുടെ അവിടെ തന്നിരുന്നത് 5 മിനിറ്റ്സിൽ. അപ്പോൾ ഇന്നത്തെ 5 മിനിറ്റ്സിൻ്റെയും 1 മിനിറ്റ് 2-ൻ്റെയും ട്രേഡ് ഞാൻ കമ്പയർ ചെയ്ത് കാണിക്കുകയാണ്. മോസ്റ്റ്ലി നമ്മൾ പ്രത്യേകിച്ച് ഗ്യാപ്പുകളിൽ ഓപ്പൺ ആകുന്ന സമയത്ത് മാർക്കറ്റുകളിൽ നമുക്ക് മിനിറ്റ് വൈസും കൂടെ കമ്പയർ ചെയ്താൽ കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിട്ട് മാർക്കറ്റ് റിവേഴ്സ്, അതായത് നമുക്ക് കറക്റ്റായിട്ട് 5ഉം 1ഉം കൂടെ കമ്പയർ ചെയ്ത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഡിസൈഡ് ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ ഇന്നത്തെ മിനിറ്റ് വൈസ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ചെറിയൊരു കോൾ ഓപ്ഷൻ്റെ നമുക്ക് എൻട്രി ഉണ്ടാകുന്ന കോൾ സ്ട്രോങ് ആയിരുന്നില്ല. നമുക്ക് ചെറിയൊരു അപ് ട്രെൻഡ് നമുക്ക് കിട്ടിയിട്ടുമുണ്ട്, നമുക്ക് അവിടെ റിട്ടേൺ എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് സെല്ല് ഡൗണിലേക്ക് അപ്രോക്സിമേറ്റ് 10:15 ശേഷം ഇറങ്ങി അവിടുന്ന് സ്ട്രോങ് ഡൗണിലേക്ക് സപ്പോർട്ട് കട്ട് ചെയ്ത് നമുക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പം 3 ടാർഗറ്റിന് ഹിറ്റ് ചെയ്ത് 73 പോയിന്റ്സ് ഓൺ ഡൗൺ ഇറങ്ങി നിൽക്കുകയാണ്. നമുക്ക് 24,200 നമുക്ക് പുട്ട് ഓപ്ഷൻ നമ്മൾ 186 ആദ്യത്തെ ബ്രേക്കിൽ കയറി അപ്രോക്സിമേറ്റ് 226 വരെയൊക്കെ ആദ്യത്തെ ബ്രേക്ക് പോയി. അവിടെ നല്ല റിട്ടേൺസ് കിട്ടുന്നു, അതിന് തിരിച്ചിറങ്ങി പിന്നെയും കയറുമായിരുന്നു. അപ്പോൾ നമുക്ക് എങ്ങനെ ഇതിൽ ഡിസൈഡ് ചെയ്യാമെന്ന് ഇന്ന് കാണിച്ചു തരാം. നമുക്ക് സിമ്പിളായിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന സ്ട്രാറ്റജിയാണ്. 5 മിനിറ്റ്സ് ആണ് കുറച്ചുകൂടെ ആക്യുറേറ്റ് ട്രേഡ്. 5 മിനിറ്റ്സിൽ കറക്റ്റായിട്ട് നമുക്ക് ആ സിഗ്നൽസ് കാണിച്ചു തരികയും ചെയ്യും. ഇപ്പോൾ ഇന്നത്തെ 5 മിനിറ്റ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് മാർക്കറ്റ് ഇവിടുന്ന് ഓപ്പൺ ആയ ശേഷം ഗ്യാപ്പ് ഡൗണിൽ കഴിഞ്ഞ ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഇറങ്ങി ഓപ്പൺ ആകുമായിരുന്നു. അവിടുന്ന് പുതിയ സിഗ്നൽ പിന്നെ റിട്രേസ്മെൻറ്റ് പോയി. അവിടെ ബൈ തന്നില്ല, ബൈ നമുക്ക് അവിടെ ട്രേഡ് എടുക്കാൻ പറഞ്ഞിട്ടില്ല, തിരിച്ച് റിട്ടേൺ അടിച്ച് തിരിച്ചിറങ്ങുമായിരുന്നു. അപ്പോൾ അവിടെ സോഫ്റ്റ്വെയർ കറക്റ്റായിട്ട് ഇൻഡിക്കേഷൻ സ്ട്രോങ് ബൈ ഇല്ല, തിരിച്ചിറങ്ങുമെന്ന് തന്നെ. പുൾ ബാക്ക് മാത്രമേ അവിടെ കാണിച്ചുള്ളൂ, സെല്ല് ഹോൾഡ് ചെയ്യാൻ തന്നെ പറഞ്ഞിരുന്നത്. മോളിൽ നിന്ന് നമുക്ക് അവിടെ നിന്ന് ഒരു സെല്ല്, അതായത് ഈ പുൾ ബാക്കിൽ നിന്ന് നമുക്ക് സപ്പോർട്ട് കിട്ടുമ്പോൾ ഇവിടെ ഒരു ഡൗൺ എടുക്കാമായിരുന്നു. അവിടെ നിന്ന് മാർക്കറ്റ് താഴ്ത്തിറങ്ങിയിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് അവിടെ സെല്ല് മിനിറ്റ് വൈസിൽ അവിടെ സെല്ല് കാണിച്ചു 10:15 അവിടെ കൺഫേം വന്ന് സപ്പോർട്ട് ഇവിടെ സ്ട്രോങ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. സിഗ്നൽ വന്നപ്പോൾ ഫസ്റ്റ് ഓറഞ്ച് ആയിരുന്നു സിഗ്നൽ. നമുക്ക് ലാസ്റ്റ് തന്ന സിഗ്നൽ ഡീറ്റെയിൽസ് ആണ് ഇവിടെ 10:15 കൊടുത്തിരിക്കുന്നത്, എൻട്രി പോയിന്റ് ടാർഗറ്റും. ഈ സിഗ്നൽ വന്നപ്പോൾ ഓറഞ്ച് ആയിരുന്നു, താഴെ ഗ്രീനും നമുക്ക് റെഡിലേക്ക് കൺവേർട്ടായി സപ്പോർട്ട് കട്ട് ചെയ്ത് ഇവിടെ നിന്നാണ് സപ്പോർട്ട് സ്ട്രോങ് ആയിരുന്നു. അവിടെ നിന്ന് ധൈര്യമായിട്ട് എടുക്കാം. അവിടെ നിന്നാണ് ആ സമയത്ത് നമുക്ക് 24,200 അറ്റ് ദ മണിയിൽ നമ്മൾ എടുത്തത്. അപ്പോൾ അത് 186 ആദ്യം കയറിപ്പോയി. അവിടെ നിന്ന് മാർക്കറ്റ് കയറി 225 വരെയൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ നല്ല റിട്ടേൺസ് ആയിരുന്നു. അത് കഴിഞ്ഞ് മാർക്കറ്റ് തിരിച്ചൊന്ന് ഇറങ്ങി പുൾ ബാക്ക് ശേഷം തിരിച്ച് ആ റിട്രേസ്മെൻറ്റിന് പിന്നെയും അവിടെ നിന്ന് 199 ചെറിയൊരു കയറ്റം കയറി 217 വരെ പോയിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തെ ബ്രേക്കിൽ അവിടെ ബൈ തന്നെ ഹോൾഡ് ചെയ്യാൻ പറഞ്ഞത്, റിട്രേസ്മെൻറ്റിന് നമുക്ക് ട്രേഡ് എടുക്കാം. അവിടുത്തെ മാർക്കറ്റ് ഇപ്പം നോക്കുകയാണെങ്കിൽ തിരിച്ചൊരു ചെറിയ മാർക്കറ്റായിട്ട് അതായത് ചെറിയൊരു പുൾ ബാക്ക് ഇറങ്ങുന്നുണ്ട്. പക്ഷേ സെല്ലിലേക്ക് പ്രോപ്പർലി കൺവേർട്ട് ആയിട്ടുള്ള മാർക്കറ്റ് നമുക്ക് മിനിറ്റ് വൈസ് അവിടെ നോക്കുകയാണെങ്കിൽ ഇപ്പോഴും നമുക്ക് ഡൗൺ തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ തിരിച്ച് അവിടെ നിന്ന് ഇറങ്ങുമെന്ന് തന്നെ പറയുന്നുണ്ട്. സപ്പോർട്ടിനെ എഗെയിൻ കട്ട് ചെയ്താണെങ്കിൽ അവിടെ നിന്ന് നമുക്ക് പിന്നെ ഡൗൺ എടുക്കാം. ആ സമയത്ത് നമുക്ക് പുട്ട് എഗെയിൻ എടുത്ത് പോയാൽ മതി. അവിടെ തിരിച്ച് മാർക്കറ്റ് കയറുമ്പോൾ റീ എൻട്രി സെഷൻ കിട്ടും. ഇപ്പം ലാസ്റ്റ് കൊടുത്ത സിഗ്നൽ പ്രകാരം നമുക്ക് മേളിൽ 11 മണിക്ക് 206 കൊടുത്തു, ടാർഗറ്റ് കൊടുത്തിട്ടുണ്ട്. തിരിച്ച് ഇവിടുന്ന് കയറുമ്പോൾ റെസിസ്റ്റൻസ് കട്ട് ചെയ്യുമ്പോൾ റീ എൻട്രി തരും. സെക്കൻഡും തേർഡ് ടാർഗറ്റും ഇപ്പോഴും പെൻഡിങ് ആണ്. 233 വരെ നമുക്ക് സിഗ്നൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പം അടുത്ത ബ്രേക്കിൽ നമുക്ക് റെസിസ്റ്റൻസ് കട്ട് ചെയ്യുമ്പോൾ സോഫ്റ്റ്വെയർ ഇവിടെ റീ എൻട്രി സെഷൻ തരും. നിഫ്റ്റിയിൽ ഇപ്പോഴും നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ സെല്ലിനെ ഹോൾഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് സപ്പോർട്ട് ഇവിടെ അടിക്കുന്നുണ്ട്. താഴോട്ട് തന്നെയാണ് മാർക്കറ്റ് പോകുന്നത്, താഴെ റെഡ് തന്നെയാണ്, ധൈര്യമായിട്ട് ഹോൾഡ് ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് അതിന് നിഫ്റ്റിയുടെ 5 മിനിറ്റ്സിൽ അത് കറക്റ്റായിട്ട് ഇൻഡിക്കേഷൻ തന്നിട്ടുണ്ട്. കാരണം അവിടെ ഒരു ബൈ ട്രേഡ് ഇല്ല. എക്സാമ്പിൾ ഇന്നലത്തെ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും അവിടെ സൈഡ് വേസ് ആണ്. ഒരു അപ് ട്രെൻഡ് തന്ന ശേഷം സ്ട്രോങ്ലി കൺഫേം ആകാതെ സൈഡ് വേസ് കറക്റ്റായിട്ട് അവിടെ കാണിച്ചിട്ടുണ്ട്. അതിനർത്ഥം മാർക്കറ്റ് സൈഡ് വേസ് ആണ്, അവിടെ സ്ട്രോങ് ബൈ ഇല്ല. അതേപോലെ സെല്ല് ഇന്നലെ നോക്കുകയാണെങ്കിൽ ഇന്നലെ തൊട്ട് മാർക്കറ്റ് സ്ട്രോങ്ലി ഡൗണിൽ തന്നെയാണ്, ഒരു അപ് ട്രെൻഡ് സ്ട്രോങ് ആയിട്ട് പോയിട്ടില്ല. അവിടെ നമുക്ക് ചെറിയൊരു കയറ്റം കയറുന്നുണ്ട്, പക്ഷേ ആ സമയത്തൊക്കെ നമുക്ക് സ്കാൽപ്പ് ചെയ്ത് വിടാം. അതിന് രണ്ടും കൂടെ കമ്പയർ ചെയ്ത് നമുക്ക് കറക്റ്റായിട്ട് ഇൻഡിക്കേഷൻ നമുക്ക് കിട്ടുകയും ചെയ്യും. ഓക്കെ, കൂടുതൽ ഡീറ്റെയിൽസ് എങ്ങനെ വർക്കൗട്ട് ചെയ്യുന്നു ലൈവിൽ കാണാം. അതിനുവേണ്ടി കോൺടാക്ട് ചെയ്യാം. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നമ്പർ കൊടുത്തിട്ടുണ്ട്.